ശ്രീ ജോർജ് പൊടിപാറ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഒരുക്കങ്ങളുടെ കാര്യത്തിൽ വളരെ നേരത്തെ തന്നെ അതിൻ്റെ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. മൂന്നാം ഊഴം, അതിനുള്ള ആത്മവിശ്വാസം കിട്ടുന്ന കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അപ്പുറത്തൊന്നും പ്രതിപക്ഷത്തൊന്നും നമ്മൾക്ക് ആ രൂപത്തിൽ കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ സമരങ്ങളുടെ കാര്യങ്ങൾ തന്നെ എടുക്കൂ. ഇപ്പോൾ എന്തൊക്കെ വിഷയങ്ങളിൽ, എത്രത്തോളം തെരുവുകളിൽ സമരമുണ്ട്? ഈ സമരമാർഗം എന്നുള്ളത് ഒരു പഴയ ശൈലിയാണ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രതിപക്ഷം ജനങ്ങളോട് പറയുന്നത്? ഈ ഭരണവുമായി ബന്ധപ്പെട്ട് ഈ കൊണ്ടുവന്നിരിക്കുന്ന ഭരണത്തിലെ പിടിപ്പുകേടുകൾ എന്ന് പറയുന്നതിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യങ്ങൾ പറയുക. ഇന്നിപ്പോൾ GST തട്ടിപ്പിന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് അതിലൊരു തുടർ നടപടി? വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറയുക, സഭയിൽ ചില കാര്യങ്ങൾ പറയുക, അതിലപ്പുറം എന്താണ്? ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ, രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രതികരണം നടത്തിയ BJP വക്താവ്, ആ വിഷയം പോലും തെരുവിലേക്ക് സമരം നടത്താൻ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മന്ത്രി P. രാജീവിന്റെ പരിഹാസമാണ് സഭയിലുണ്ടായത്. ആ പരിഹാസത്തെ കുറ്റം പറയാൻ പറ്റും? സ്മൃതി, ഇവിടെ സജീഷിനെ സംബന്ധിച്ചിടത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശദീകരണം നമ്മൾ കേട്ടു. വികസനം, കരുതൽ, ക്ഷേമം. അതുപോലെ തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ M. V. ഗോവിന്ദൻ മൂന്നാം ഊഴം ഉറപ്പാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ചാനലിൽ എഴുതി കാണിച്ച മറ്റൊന്ന്, അതായത് SNDP എന്ന സംഘടനയുടെ അനിഷേധ്യ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇത്രത്തോളം സംഘടനയെ വളർത്തിയ മറ്റൊരാളില്ല. അതിനോടൊപ്പം തന്നെ ജാതി പറയും, ഇനിയും പറയും എന്ന് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം ഊഴം കിട്ടും എന്ന് അവകാശപ്പെടാനുള്ള അർഹതയും അല്ലെങ്കിൽ അതിനുള്ള അവകാശമൊക്കെ ശ്രീ M. V. ഗോവിന്ദനുണ്ട്. തീർച്ചയായിട്ടും മൂന്നാം ഊഴം കിട്ടുമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ CPM-നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ CPM-നോടൊപ്പം പ്രവർത്തിക്കുന്ന സജീഷ് അടക്കമുള്ളവർക്കെല്ലാം പറയാൻ അവകാശമുണ്ട്. ഈ അവകാശത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ പ്രശ്നം, സജീഷ് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രത്തോളം വികസനവും ഇത്രത്തോളം കരുതലും ഇത്രത്തോളം ക്ഷേമവും ഉറപ്പുകൊടുത്ത, ഇത്രത്തോളം ജനങ്ങളോട് ചേർന്ന് നിന്ന, ഇത്രത്തോളം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു സർക്കാർ ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും എന്തുകൊണ്ട് ഈ 11,000 വോട്ടിന്, ഞാൻ സൂചിപ്പിക്കുന്നത് നിലമ്പൂരാണ്, നിലമ്പൂരിൽ 11,000 വോട്ടിന്, അതാണ് ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, 11,000 വോട്ടിനാണ് തോറ്റത്. അത് മുമ്പ് അവരുടെ സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവർ ജയിച്ച മണ്ഡലമാണ്. അൻവർ സ്വയം 10,000-20,000 വോട്ട് പിടിക്കുകയും ചെയ്തു. എന്നിട്ടും 11,000 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. അതിന് തൊട്ട് മുമ്പ് പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF-ൻ്റെ വോട്ടിൽ ഒരു വളർച്ചയും ഉണ്ടായില്ല. പകരം BJP-യുടെ കൈവശമുള്ള വോട്ടുകൾ കൂടി പിടിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസ് 18,000-ലധികം വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന കാഴ്ചകൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും വേണമെങ്കിൽ സഹതാപ തരംഗം എന്നൊക്കെ പറഞ്ഞു സീറ്റുകളിലാണ് ജയിച്ചത്. ഈ നിലമ്പൂർ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം സിറ്റിംഗ് സീറ്റുകളിലാണ് എന്നൊരു വാദം കൂടി പറയാനുണ്ടാവും അപ്പുറത്ത്. അല്ല സ്മൃതി അപ്പോഴും ചോദിക്കുന്ന, ഈ സജീഷിൻ്റെ അവകാശവാദം അംഗീകരിക്കുകയാണെങ്കിൽ, M. V. ഗോവിന്ദൻ്റെ അവകാശവാദത്തെ നമ്മൾ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അവരുടെ ക്ലെയിമുകളെല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയെല്ലാം അവർ ജയിക്കേണ്ടതാണ്. കാരണം ഒരു ഭരണ കക്ഷി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ആ ഒരു മെഷീനറി, അവരുടെ ഒരു സ്വാധീനം, മന്ത്രിമാർ, മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യുന്നു, എന്നിട്ടും അവിടെ നിലവിലുള്ളതിൻ്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വ്യത്യാസത്തിൽ തോൽക്കുക, ആകപ്പാടെ ജയിച്ചു എന്ന് പറയാൻ അവകാശപ്പെടാവുന്നത് ചേലക്കര മാത്രമാണ്. അവിടെ 39,000-ൽ നിന്ന് 12,000-ലേക്ക് മാറുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടത് ഏതാണ്ട് 27,000 വോട്ടുകളാണ് 2021-ലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടിയത്. കൈന്നുപോയത്. ഞാൻ പറയുന്നത് അവകാശപ്പെടാൻ അർഹതയുണ്ട്. ഇവിടെ എന്നെ ചോദിക്കുകയാണ് ശ്രീ ജോർജ് പൊടിപാറ, സജീഷിന് മാത്രം സംസാരിച്ചാൽ പോരല്ലോ. അപ്പോ സ്വാഭാവികമായിട്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ ഈ ആത്മവിശ്വാസത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതും ക്ലാരിറ്റി വരുത്തിയതുമായ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വീണ്ടും കണക്ക് വെച്ച് പറയുമ്പോൾ ചെറിയൊരു സമയമാണ്. സജീഷ് ഒരുപാട് വാചകങ്ങൾ നമ്മൾ കേട്ടല്ലോ. പ്രസംഗത്തിലേതുപോലെ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ദീർഘമായി പറഞ്ഞല്ലോ. ചോദ്യങ്ങൾക്ക് ഉത്തരമല്ലല്ലോ അങ്ങ് പറഞ്ഞത്. അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടെ സമയം കൊടുക്കൂ. ഞാൻ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നതെന്ന് സജീഷ് മറക്കരുത്. പ്ലീസ് സജീഷ്.
ശ്രീ സമയം ജോർജ് കളയാതിരിക്കൂ, സജീഷ്, ഒന്നും പൊടിപ്പാറ, മിണ്ടാതിരിക്കൂ. താങ്കളോട് സജീഷേ, എനിക്ക് പരാതി ഒന്നും ഇല്ല. മിണ്ടാതിരിക്കൂ. ഒട്ടും ജനാധിപത്യമല്ല, സമയത്തിൽ ഞാൻ ഇടപെടില്ല. ഇത് ഞാൻ അപ്പോൾ മര്യാദയുള്ള അവതാരക തരുമോ എന്ന് മര്യാദയുള്ള ചോദിച്ചത്രേ ഉള്ളൂ. സമീപനമല്ല. ഫലത്തിൽ സംഭവിക്കുന്ന അതാണല്ലോ, എൻ്റെ സമയമാണല്ലോ പോകുന്നത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ NSSൻ്റെ പിന്തുണ, ഈ പറഞ്ഞ സുകുമാരൻ നായർ എന്ന് പറയുന്ന നായർ സമുദായത്തിൻ്റെ നേതാവ് പറഞ്ഞ ചില വാക്കുകൾ, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൻ്റെ SNDPയുടെ നേതാവ് പറഞ്ഞ ഉറപ്പുകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഈ രണ്ട് ഉറപ്പുകളുടെ പേരിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ 9 വർഷത്തിലധികം കേരളം ഭരിച്ചൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഇനിയും വരും എന്ന് പറയുന്നതെങ്കിൽ കഷ്ടം എന്നല്ലാതെ അതിന് വേറൊന്നും പറയാനില്ല. എന്തൊരു ഗതികേടാണിത്. രണ്ട് സമുദായ സംഘടനാ നേതാക്കൾ, അവർക്ക് എത്രത്തോളം കേരളത്തിൽ ക്രെഡിബിലിറ്റി ഉണ്ടെന്നും അവരുടെ വാക്കുകൾക്കും അവരുടെ വർത്തമാനങ്ങൾക്കും നിലപാടുകൾക്കും കേരള സമൂഹം എത്രത്തോളം വില കൊടുക്കുന്നുണ്ടെന്നും അവരുപയോഗിക്കുന്ന, പലപ്പോഴും അവർ പറയുന്നത് എത്രത്തോളം വർഗീയത ചീറ്റുന്ന അല്ലെങ്കിൽ വർഗീയത വളർത്തുന്ന പ്രസ്താവനകൾ, പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തും പിന്നീടുമൊക്കെ നടത്തിയ പ്രസ്താവനകൾ സത്യത്തിൽ കേരള സമൂഹത്തിലെ ഏറ്റവും വലിയ വർഗീയതയാണ് നമ്മൾ കേട്ടത്. അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഉറപ്പാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ CPM നയിക്കുന്ന ഇടതുമുന്നണിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് പറയാനുള്ള ഊർജവും ആത്മവിശ്വാസവും നൽകുന്നതെങ്കിൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കഷ്ടമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഐഡിയോളജി ഇപ്പോഴും സാമ്പത്തിക ശാസ്ത്രം എന്ന് ഞാൻ പറയില്ല. ശ്രീ ജോർജ് പൊടിപാറ, നേരത്തെ ഈ പറയുന്ന മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും നായർ വോട്ടുമാണല്ലോ UDFന്റെ ചേരുവ. അതിൽ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ നായർ വോട്ട് ഒരു വിഭാഗം അങ്ങോട്ട് പോവുകയാണ് എന്ന് കരുതുകയാണെങ്കിൽ ഇപ്പുറത്തെ പ്രതിപക്ഷത്തിനും ചില കുഴപ്പങ്ങൾ സംഭവിച്ചു എന്നുള്ളതല്ലേ? ഇപ്പോൾ മൂന്നാം ഊഴം കിട്ടുമെന്ന വിഷയമാണ് തുടർഭരണം ഉറപ്പിച്ച് CPIM എന്നുള്ളതാണ് ഇന്നത്തെ ടാഗ് ലൈൻ. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. UDF എല്ലാ കാലത്തും ഈ രീതിയിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇത്തരം പ്രീണനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അവരുടെ വോട്ട് ബാങ്ക് അങ്ങനെയാണ്, അവരുടെ പ്രവർത്തനം അങ്ങനെയാണ്. ഈ CPM അവകാശപ്പെടുന്നത് എന്താ? ഞങ്ങൾ ജാതി ചിന്തകൾക്ക് അതീതമാണ്, ഞങ്ങൾ ഈ ആൾദൈവങ്ങൾക്കെതിരാണ്, ഞങ്ങൾ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെതിരാണ്, ഞങ്ങൾ മനുഷ്യനിൽ വിശ്വസിക്കുന്നു, മനുഷ്യ നന്മയിൽ വിശ്വസിക്കുന്നു, ആത്യന്തികമായിട്ട് മനുഷ്യ വിമോചനത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം നെഞ്ചേറ്റുന്ന, ഒരു പക്ഷേ അതിനേക്കാൾ വലിയൊരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഒരു ഐഡിയോളജി എന്നുള്ള നിലയ്ക്ക് മാർക്സിസത്തെ വെല്ലാവുന്ന ഒരു ഐഡിയോളജി ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള നിലയ്ക്കല്ല, ഒരു വാല്യൂ തിയറി എന്നുള്ള നിലയ്ക്ക് മാർക്സിസം കാലഹരണപ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഒരു ഐഡിയോളജി എന്നുള്ള നിലയ്ക്ക് ഇന്നും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് മാർക്സിസമാണ്. എന്തുകൊണ്ടാണ്? കാരണം ആത്യന്തികമായി മനുഷ്യൻ തുല്യനാണെന്നും ആത്യന്തികമായി മനുഷ്യന് തുല്യത അവൻ്റെ ജന്മാവകാശമാണെന്നും വിശ്വസിക്കുന്ന, അവിടെ മതമോ മാമൂലുകളോ ജാതിയോ ഇത്തരം വർഗീയതയോ ഒന്നുമല്ല, അതിനപ്പുറത്ത് മനുഷ്യൻ്റെ തുല്യതയിൽ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ പിടിച്ച് ആണയിട്ട് ചെറുപ്പക്കാരെ ഈയാമ്പാറ്റകളെ പോലെ ആ പ്രത്യയശാസ്ത്രത്തിൽ ആകർഷിക്കുന്ന ഒരു സംഘടന, ആ സംഘടന CPM പോലുള്ള ഒരു സംഘടന എത്രയോ കാലമായിട്ട് എന്നിട്ട് ഇപ്പോൾ പച്ച വർഗീയത പറയുന്നു, പച്ചയ്ക്ക് സാമുദായിക പ്രീണനം നടത്തുമ്പോൾ നിരാശയുണ്ട്. 10 വോട്ടിന് വേണ്ടി എന്തുമാകാം എന്ന നിലയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുക എന്ന് പറഞ്ഞാൽ അതിൽ അധപ്പതനുണ്ടോ സജീഷേ? ശരി, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. അതിൽ പരം എന്ത് അധപ്പതനാണുള്ളത്? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.